ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +2 പൊളിറ്റിക്കൽ സയൻസിലെ ആറാമത്തെ പാഠമായിട്ടുള്ള ജനാധിപത്യ ക്രമത്തിൻ്റെ പ്രതിസന്ധി എന്നുള്ള പാഠത്തിൻ്റെ ലാസ്റ്റ് ടൈം റിവിഷൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ടേൺ ടു ലേണിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആറാമത്തെ വീഡിയോ സീരീസ് 6ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനാധിപത്യ ക്രമത്തിൻ്റെ പ്രതിസന്ധിയാണ്. 1970കളിൽ ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ പ്രതിസന്ധി, പ്രത്യേകിച്ച് 1975 അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായിട്ടുള്ള കാരണം, പശ്ചാത്തലം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ പറയാൻ വിടുന്നതാണ്, 7 മാർക്കിനാണ് ഇതിൽ വെയിറ്റേജ് കേട്ടോ. വെയിറ്റേജൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങളത് നോക്കിയിട്ടായിരിക്കും, വെയിറ്റേജ് നോക്കിയിട്ടായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഓരോ ചാപ്റ്ററും. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ മാർക്കുകളിൽ നന്നായിട്ട് എന്ത് ചെയ്യണം, നോക്കിയിട്ട് മാത്രം പോകാൻ പാടുള്ളൂ എക്സാമിന്. ഓക്കെ, ജനാധിപത്യ ക്രമത്തിൻ്റെ പ്രതിസന്ധി 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായിട്ടുള്ള കാരണം അല്ലെങ്കിൽ പശ്ചാത്തലം. 3 കാരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സാമ്പത്തികപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്, രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, ജുഡീഷ്യറിക്ക് ഉണ്ടായിട്ടുള്ള കാരണങ്ങളുണ്ട്. ദെൻ ഇത് എസ് എ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഷോർട്ട് എസ് എ ആയിട്ട് വരാറുണ്ട്. 6 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ പശ്ചാത്തലം വിശദമാക്കുന്നത്. സാമ്പത്തിക കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ 1971 വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തിട്ടുള്ളത്, ജനങ്ങൾ അധികാരത്തിലേറ്റ് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടുള്ളതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക, ഗരീബി ഹട്ടാവോ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി പിടിച്ചിട്ടാണ് ഇന്ദിരാഗാന്ധി അന്ന് അധികാരത്തിൽ കയറിയിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ബംഗ്ലാദേശ് ലിബറേഷന് വേണ്ടിയിട്ട്, ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള യുദ്ധം സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. മാത്രമല്ല വിലക്കയറ്റം ഉണ്ടാക്കി, അതുപോലെ തന്നെ നാണയപ്പെരുപ്പം, ഇൻഫ്ലേഷൻസ് ഉണ്ടായി, അതുപോലെ തന്നെ ഭക്ഷ്യക്ഷാമം ഉണ്ടായിട്ടുണ്ട്, ഫുഡ് സ്കേഴ്സിറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സർക്കാരിനെതിരെ ബാധിക്കുകയാണ്. ആവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നു, വ്യാവസായിക വളർച്ച കുറയുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്തു, കാലാവസ്ഥാ വ്യതിയാനം കർഷക മേഖലയെ തകർത്തു. ഇതൊക്കെയാണ് സാമ്പത്തിക കാരണങ്ങൾ. പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കേണ്ടത് 1971 ഇന്ത്യ പാക് യുദ്ധം. അത് ഒരു യുദ്ധം എന്നുള്ളത് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി, നമ്മുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും അതുപോലെ തന്നെ സൈനിക സേവനങ്ങൾക്കും വേണ്ടിയിട്ട് നൽകേണ്ടി വരും എന്നുള്ളത്. ഒരു യുദ്ധം ഒരു 25 വർഷത്തോളം ഒരു രാജ്യത്തെ പിന്നോട്ട് വലിക്കുമെന്നുള്ള സാധാരണ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങളിങ്ങനെ കണക്കാക്കിയാൽ മതി, ഒരു രാജ്യത്തിൻ്റെ കുതിച്ചുചാട്ടത്തിൽ നിന്ന് പിറകോട്ട് വലിപ്പിക്കുന്നതാണ് ഓരോ യുദ്ധം എന്നുള്ളത്. രാഷ്ട്രീയ കാരണങ്ങൾ, പൊളിറ്റിക്കൽ കോസസ് നോക്കുകയാണെങ്കിൽ സാമ്പത്തിക സാഹചര്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള ജനരോക്ഷം പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ്. 1967 തന്നെ പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷ പാർട്ടിയുടെ ശക്തി വർദ്ധിക്കുകയും ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തമാവുകയും ചെയ്തു. പശ്ചിമ ബംഗാൾ, ആന്ധ്ര, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ നക്സൽ പ്രസ്ഥാനം ആൻറ്റി ഗവൺമെൻറ്റൽ ആക്ടിവിറ്റീസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ശക്തി ആർജിച്ചു. കോൺഗ്രസ് ഗവൺമെൻറ്റിലുള്ള നിലവിലുള്ള മന്ത്രിമാരുടെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ അഴിമതിയും കാര്യശേഷി ഇല്ലായ്മയും ഈ പ്രശ്നം ഗുരുതരമാക്കി. ഗവൺമെൻറ്റിൻ്റെ ഭാഗം അല്ലാതിരുന്ന സഞ്ജയ് ഗാന്ധിയൊക്കെ ഭരണകാര്യത്തിൽ ഇടപെടുന്ന ഒരു രീതി ഉണ്ടാക്കി. അത് ആളുകളിൽ ജനരോഷം വർദ്ധിക്കാനുള്ളത്. സഞ്ജയ് ഗാന്ധിയൊക്കെ ഭരണത്തിൽ ഇടപെടുന്നത് ജനങ്ങളിൽ ജനരോഷം എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഗുജറാത്ത് പ്രസ്ഥാനം എന്നുള്ള രീതിയിലെ ഒരു രാഷ്ട്രീയ കാരണങ്ങൾ പെടുന്ന രാഷ്ട്രീയ രോഷത്തിന് നിന്നുണ്ടായിരുന്നതാണ്. 2 പ്രസ്ഥാനങ്ങൾ ഗുജറാത്തും അതുപോലെ തന്നെ ബീഹാറും നമ്മൾ ഇതിൽ നോക്കേണ്ടതുണ്ട്. 1974 ഗുജറാത്തിലെ വിദ്യാർത്ഥി സംഘടന ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ വില വർധനവിനെതിരെയും അതുപോലെ തന്നെ അഴിമതിക്കെതിരെയും പ്രക്ഷോഭം ആരംഭിച്ചു. ഈ പ്രക്ഷോഭം പ്രതിപക്ഷ പാർട്ടികൾ എന്ത് ചെയ്തു, ഏറ്റെടുക്കുകയും ചെയ്തു. മൊറാർജി ദേശായി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയുണ്ടായി. ഒടുവിൽ ഗുജറാത്തിലെ കോൺഗ്രസ് ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ കേന്ദ്രം നിർബന്ധിതമായി. തുടർന്ന്
ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പരാജയപ്പെട്ടു എന്നുള്ളതാണ്. then അതുപോലെ തന്നെയാണ് ബീഹാർ പ്രസ്ഥാനം എന്നുള്ളത്. ഗുജറാത്തിലെ പോലെ തന്നെ ബീഹാറിലും ഭക്ഷ്യക്ഷാമം, വിലക്കയറ്റം, അഴിമതി എന്നിവയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥികൾ പ്രക്ഷോഭം തുടങ്ങി വെച്ചിരുന്നു. ബീഹാറിലെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ സോഷ്യലിസ്റ്റ് നേതാവായിട്ടുള്ള ജയപ്രകാശ് നാരായണനെ ക്ഷണിച്ചു. ഈ നേതൃത്വത്തിലേക്ക് ക്ഷണിച്ചത് ലാലു പ്രസാദ് യാദവാണ്. ബീഹാറിലെയും അതുപോലെ തന്നെ കേന്ദ്രത്തിലെയും കോൺഗ്രസ് ഗവൺമെന്റ് അതിനെതിരെയായിട്ട് ഇന്ത്യ മുഴുവനും ഒരു പ്രക്ഷോഭം നടത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്ത്യയിൽ യഥാർത്ഥ ജനാധിപത്യം സ്ഥാപിക്കണമെന്നും ഒരു ടോട്ടൽ റവല്യൂഷൻ, സമ്പൂർണ്ണ വിപ്ലവം ജയപ്രകാശ് നാരായണൻ ആഹ്വാനം നൽകി. 1975 ജൂൺ 25 ഡൽഹിയിലെ രാംലീല മൈതാനത്ത് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളും വമ്പിച്ചൊരു റാലി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ട് ഒരാഴ്ച നീളുന്ന ജനകീയ സമരം ജയപ്രകാശ് നാരായണൻ എന്ത് ചെയ്തു, പ്രഖ്യാപിക്കുകയുണ്ടായി. ഇനി ജുഡീഷ്യറിയുമായിട്ടുണ്ടായിട്ടുള്ള തർക്കം, മൂന്നാമത്തെ കാരണങ്ങൾ, ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞ സാമ്പത്തികം, 2 രാഷ്ട്രീയ കാരണം, മൂന്നാമത് ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ. മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റിനും അതുപോലെ തന്നെ സുപ്രീം കോടതിയും തമ്മിൽ തർക്കങ്ങളുണ്ടായി. കൂടാതെ 1973 3 ജഡ്ജിമാരുടെ സീനിയോറിറ്റി മറികടന്ന് ഇന്ദിരാഗാന്ധിക്ക് താല്പര്യമുള്ള ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഒരു ജഡ്ജിയെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിച്ചു. ഇത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ 1971 തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന് അലഹാബാദ് ഹൈക്കോടതി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടെത്തുകയുണ്ടായിരുന്നു. അങ്ങനെ 1975 ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി വിധി പ്രസ്താവിക്കുകയും ചെയ്തു. 6 വർഷത്തേക്ക് ഇന്ദിരാഗാന്ധിക്ക് മറ്റു തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ തുടരുന്ന ഒരു അധികാരത്തിൽ തുടരാൻ ഇന്ദിരാഗാന്ധിക്ക് അർഹതയില്ല എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രക്ഷോഭം ഉയർത്തുകയാണ്. അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടിയിട്ട് ഒരു ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 362 പ്രകാരം 352 പ്രകാരം ഒരു ദേശീയ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി ജൂൺ 5 രാഷ്ട്രപതി കൊണ്ട് പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. ദെൻ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു അന്നത്തെ രാഷ്ട്രപതി ആയിട്ടുള്ളത്. ഭരണഘടന വകുപ്പിലെ അവ്യക്തത മുതലെടുത്തിട്ടാണ് ഈ അടിയന്തരാവസ്ഥ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു, ആഫ്റ്റർ എഫക്റ്റ് ഓഫ് എമർജൻസി, നാഷണൽ എമർജൻസി എന്നുള്ളത്. ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായമായിട്ട് ആണ് അടിയന്തരാവസ്ഥയിൽ 1975 മുതൽ 1977 വരെയുള്ള കാലഘട്ടത്തെ കണക്കാക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട കാലഘട്ടമാണ്. അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു. പാർട്ട് 3 പ്രകാരം നമുക്ക് 6 മൗലിക അവകാശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആ മൗലിക അവകാശങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു. ഭരണഘടനയിൽ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങൾ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ആ മൗലിക അവകാശങ്ങൾ തന്നെ ലംഘിക്കപ്പെട്ടു. പത്രസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. സെൻസർഷിപ്പ് ഏർപ്പെടുത്തി, മാധ്യമങ്ങൾക്ക് കർശനമായിട്ടുള്ള സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. അതുപോലെ തന്നെ പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. കരുതൽ തടങ്കൽ, ഡിറ്റൻഷൻസ് നിയമങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെയും പ്രവർത്തകരെയും എഴുത്തുകാരെയും അറസ്റ്റ് ചെയ്തു. RSS, ജമാഅത്ത് ഇസ്ലാമി എന്നീ സംഘടനകൾ നിരോധിക്കപ്പെട്ടു. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥക്ക് ഭരണഘടനയിലും അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയിലും അനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരുന്നു. 42nd അമെൻമെന്റ് ഒക്കെ വരുന്നത് അപ്പോഴാണ്. ഗവൺമെന്റിന്റെ ഭാഗമല്ലായിരുന്നു ചിലർ ഗവൺമെന്റിന്റെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതുണ്ടായി, അതായത് സഞ്ജയ് ഗാന്ധി പോലെയുള്ളത്. ദെൻ അടുത്തൊരു ചോദ്യമാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയിൽ വരുത്തിയ വിവാദപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാം എന്നുള്ളത്. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പുകൾ കോടതിയിൽ പോലും ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. അതുപോലെ തന്നെ രാജ്യത്തെ നിയമനിർമ്മാണ സഭകളുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമായിട്ട് ഉയർത്തി. അടിയന്തരാവസ്ഥ കാലത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് 1 വർഷത്തേക്ക് നീട്ടിവെക്കാം എന്നും വ്യവസ്ഥ ചെയ്തു. ഭരണഘടനയുടെ ചെറുപതിപ്പ് എന്നറിയപ്പെടുന്ന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42nd അമെൻമെന്റ്, ഭരണഘടനയുടെ 42ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കപ്പെട്ടു. ഇന്ത്യയിൽ നക്സൽ പ്രസ്ഥാനം രൂപം കൊണ്ടത് ഏത് സംസ്ഥാനത്താണെന്നുള്ള ഒരു വൺവേഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പശ്ചിമ ബംഗാളിലാണ് നക്സൽ പ്രസ്ഥാനം എന്ത് ചെയ്തിട്ടുള്ളത്, രൂപം കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ഥാപക നേതാവ് ചാരു മജുംദാറാണ്. ദെൻ 1974 റെയിൽവേ ജീവനക്കാരുടെ 20 ദിവസം നീണ്ടുന്ന പണിമുടക്കിന് നേതൃത്വം നൽകിയ നേതാവാണ് ജോർജ് ഫെർണാണ്ടസ് എന്നുള്ള പിൽക്കാലത്ത് വിദേശകാര്യമന്ത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഭാരതീയ ലോക്ദൾ സ്ഥാപകൻ മൊറാർജി ദേശായി ആയിരുന്നു.
1977 അധികാരത്തിൽ വന്ന പാർട്ടി ജനതാ പാർട്ടി കോൺഗ്രസിനെ പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പാർട്ടി അതായത് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. ദെൻ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിരുന്നു മൊറാർജി ദേശാവ്. ഇതൊക്കെയാണ് ഈ പാഠത്തിലുള്ളത്. താങ്ക് യു.